ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് വാലയിൽ പ്രിയപ്പെട്ട VK പോളി എന്ന വ്യക്തിയുടെ ഭവനത്തിലാണ്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട പോളി അനില ദമ്പതിമാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. രണ്ടുപേർക്കും ഉണർവ് 2025 സ്വാഗതം. ആദ്യം ചേട്ടന്റെ വിശേഷങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. ഏത് വർഷമായിരുന്നു ജനിച്ചത്? ഞാൻ 51 സെപ്റ്റംബറിലാണ്. ഡേറ്റ് ഓർക്കുന്നുണ്ട്? ഡേറ്റ് സെപ്റ്റംബർ 18-ാം തീയതി. മാതാപിതാക്കളുടെ പേര്? അമ്മച്ചിയുടെ പേര് കുഞ്ഞമ്മ, അപ്പച്ചന്റെ പേര് കോരത്. അവര് കൃഷിയായിരുന്നു? എന്തായിരുന്നു ജോലി? ഞങ്ങളുടെ കുടുംബം കൃഷി കുടുംബമാണ്. പക്ഷെ ഫാദർ ബാങ്കിലായിരുന്നു. ബാങ്കില് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തയാളാണ്. അമ്മ വീട്ടിൽ ഹൗസ് വൈഫാണ്. സഹോദരങ്ങൾ ആരൊക്കെയുണ്ട്? സഹോദരികൾ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ കെട്ടിച്ചിരിക്കുന്നത് ചേലാട്ടിലെ സ്കറിയാച്ചന്റെ മകൻ വർഗീസസ് നെടുന്തലിൽ ഫാമിലിയിലാണ്. അവർക്ക് 3 കുട്ടികളുണ്ട്. 3 പെൺകുട്ടികളാണ്. പിന്നെ അടുത്തത് എൻ്റെ അനിയനൊരാളുണ്ട്, മാത്യൂസ് എന്ന് പറയും. മാത്യൂസ് പുള്ളിക്ക് സ്വന്തം ബിസിനസ് ഒക്കെ ആയിട്ട് IBS എന്ന് പറഞ്ഞിട്ട്, IBS സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, IBS ഗ്രൂപ്പ്. അവന് 2 പെൺകുട്ടികളാണ്. പിന്നെ അതിൽ താഴെ ഇവിടെ അടുത്ത് തന്നെ തറവാട്ടിൽ താമസിക്കുന്ന സണ്ണിക്ക് 2 കുട്ടികളായിരുന്നു. ഒരാൾ മരിച്ചുപോയി. ഇതാണ് സഹോദരങ്ങളുടെ ഒരു കാര്യങ്ങളുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്ന് പറയാമോ? ഏതൊക്കെ സ്കൂളിലാണ് പഠിച്ചതെന്നും കാര്യങ്ങളും? വിദ്യാഭ്യാസം ഞാൻ ഫാദറിന് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 1-ാം ക്ലാസ് വരെയൊക്കെ ഇവിടെ LP സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂവാറ്റുപുഴ പഠിച്ചിട്ടുണ്ട്. പിന്നെ കൂത്താട്ടുകുളത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ. അത് കഴിഞ്ഞ് ഡിഗ്രിയും അവിടെ തന്നെയായിരുന്നു, കോലഞ്ചേരിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ മഹാരാജാസ് കോളേജിലാണ്, എറണാകുളം. പോസ്റ്റ് ഗ്രാജുവേഷന് ഫിസിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്ട്. ഇലക്ട്രോണിക്സ് സ്പെഷ്യലായിരുന്നു. അതിനുശേഷം തന്നെ നമ്മള് ജോലിയിലേക്ക് കയറി. ബാങ്കിലേക്ക്. ഏത് ബാങ്കിലായിരുന്നു? ബാങ്കിൽ ഫെഡറൽ ബാങ്കിൽ തന്നെ. ഫെഡറൽ ബാങ്കില് നമുക്ക് അതിന് പ്രത്യേക ടെസ്റ്റുകൾ ഇന്റർവ്യൂവും എല്ലാം ഉണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ. ആദ്യത്തെ പോസ്റ്റിംഗ് ബോംബെയിലായിരുന്നു. ബോംബെയിൽ തന്നെ പല ബ്രാഞ്ചുകളുണ്ടായിരുന്നു. ആ ബ്രാഞ്ചുകളിലൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇന്റർനാഷണൽ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. വിവാഹം ആ സമയത്തായിരുന്നോ? എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞ് 79-ലാണ് ഞങ്ങളുടെ വിവാഹം. ഇനി ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? ചേച്ചിയുടെ പേര്? അനില എന്നാണ് വൈഫിന്റെ പേര്. അനിലയുടെ വീട് തുരുത്തിപ്പള്ളിയിലാണ്. ചേച്ചിയോട് ചോദിക്കാം. അപ്പൊ അനില ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ വീട്ടുപേര് എവിടെയായിരുന്നു താമസം? വീട് എവിടെയാണ്? തിരുത്തിപ്പള്ളിയുടെ തെക്ക്. വീട്ടിലെ അപ്പന്റെ അമ്മയുടെ പേര്? അപ്പച്ചന്റെ പേര് വർഗീസ്, അമ്മച്ചിയുടെ പേര് തങ്കമ്മ. അവിടെ എന്തായിരുന്നു അപ്പച്ചന് ജോലി? കൃഷിയും പിന്നെ ഒരു കടയുണ്ടായിരുന്നു, അയൺ ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂരുണ്ടായിരുന്നു. സഹോദരങ്ങൾ എത്ര പേരാ? എനിക്ക് 3, ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സും ആണ്. അതിന്റെ മൂത്തവരാണോ അതോ? സിസ്റ്റേഴ്സ് 2 പേരും മൂത്തത്, ബ്രദർ 2 താഴെ. അവരൊക്കെ മരിച്ചുപോയി. ആലിങ്കല് തിരുവാങ്കുളത്ത് കല്യാണം കഴിച്ചിട്ട്. രണ്ടാമത്തെ സിസ്റ്റർ അയ്യമ്പള്ളിയില് കിഴക്കേ വീടെന്ന് പറഞ്ഞു. ബ്രദറ് കോടനാടെന്ന് കല്യാണം. തിരുത്തിപ്പള്ളിയിലുണ്ട് ബ്രദർ? അപ്പൊ ഇല്ല, അവര് പേട്ടയിലാണ് താമസിക്കുന്നത്.
അപ്പൊ അവിടെ ആരും ഇല്ല, തിരുവല്ലയിലെ വീട് അടച്ചിട്ടേക്കും. അടച്ചിട്ട് തറവാട് വീട് അടച്ചിട്ടേക്കും. അപ്പൊ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഹൈസ്കൂളിൽ പഠിച്ചത്? വരെ ഇവിടെ ആലപ്പുഴ സ്കൂളിൽ ആലപ്പുഴ. അത് കഴിഞ്ഞിട്ട് മഹിളാലയം ആലുവ മഹിളാലയത്തിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് UC കോളേജ്. UC കോളേജിൽ ഡിഗ്രി UC കോളേജ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജോലിയിലേക്ക് കിടക്കുമായിരുന്നു. ആലുവയിലാണ് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യുന്നത്. കല്യാണം കല്യാണം 79-ല്. 79 നടന്നു. ജോയിൻ ചെയ്തതിന് 79-ൽ തന്നെ ആ, ആ. ഏകദേശം. അപ്പൊ ജോലി കിട്ടിയതിന്റെ കൂടെ തന്നെ നല്ലൊരു ഭർത്താവിനെയും കൂടി കിട്ടി അല്ലേ? ഓക്കെ. നിങ്ങളുടെ മക്കളുടെ വിശേഷങ്ങളൊന്ന് പറയാമോ? എത്ര മക്കളാ ഉള്ളേ? നമുക്ക് 4 കുട്ടികള്. 4 കുട്ടികളെ. ആൺപിള്ളേരാണോ? മൂത്തത് 3 പെൺപിള്ളേര്, താഴെ ഏറ്റവും ഇളയത് ആൺകുട്ടി. മൂത്തത് ട്വിൻസ് ആണ്. ട്വിൻസ്. അതില് ഏറ്റവും മൂത്തയാള് മറിയ. അവള് ചേലാട്ടില് കല്ലിങ്കല് കല്യാണം കഴിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് IT ഫീൽഡ്. അവര് ഹൈദരാബാദാണ്. മറിയ സ്കൂളിൽ പഠിപ്പിക്കുന്നു. അവർക്ക് മക്കള് 2 ആൺപിള്ളേര്. അവരെന്തൊരു LLBക്ക് പഠിക്കുന്നു. മറ്റേ മോൻ 11th-ല്. ട്വിൻസിന്റെ അടുത്തയാള് സാറ. അവള് കോഴിക്കോട് കൊറ്റാലില് കല്യാണം കഴിച്ചിരുന്നു. ഹസ്ബൻഡും IT ഫീൽഡ് തന്നെയാണ്. അവര് നെതർലാൻഡ്സിൽ ജോലി ചെയ്യുന്നു. അവർക്ക് ഒരാണും ഒരു പെൺകുട്ടി. ഒരാള് മോള് മൂത്തത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, മറ്റവൻ സ്കൂളിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആള് മോളാണ്. അവളെ കൂത്താട്ടുകുളത്ത് മംഗലത്ത് കല്യാണം കഴിച്ചിരിക്കുന്നു. മോന് IT ഫീൽഡ് തന്നെ. അവര് US-ലാണ് ഇപ്പം. അവർക്ക് 2 പെൺകുട്ടികൾ. 2 പേരും സ്കൂളിൽ ചെയ്യുന്നു. ഏറ്റവും ഇളയാള് മകൻ അവന് IT ഫീൽഡ്. മരുമോള് ഇവിടെ കാക്കനാട് പനിക്കലോടിയില് കല്യാണം കഴിച്ചിരുന്നു. 2 പേരും IT ഫീൽഡ്. മോൻ ബാംഗ്ലൂര്. ആഴ്ചയിൽ 2 ദിവസം ബാംഗ്ലൂര് പോണം. അല്ലെങ്കിൽ വീട്ടിലിരുന്ന്. അവർക്ക് മക്കള് 2 ആൺപിള്ളേര്. അവരെന്തോരുമായി? ഒരാള് 1ാം ക്ലാസ്സിലും ഒരാള് LKG-യിലും. നമ്മുടെ ബോംബെ ലൈഫ് പറഞ്ഞല്ലോ. ബോംബെ ലൈഫിൽ നമുക്ക് അവിടെ ക്വാർട്ടേഴ്സ് ആയിരുന്നോ അതോ? ക്വാർട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് റെന്റ് പ്രൊവൈഡ് ചെയ്യും. ഞാൻ താമസിച്ചിരുന്ന ഒരു YMCA, പ്രോക്ടർ YMC എന്ന് പറഞ്ഞു, ബോംബെ സെൻട്രലിനടുത്ത്. അവിടെ മറ്റ് നമ്മുടെ ഇവിടെ നിന്ന് പോയ മലയാളികളുണ്ട്, അല്ലാത്തുള്ള ആൾക്കാരും ഉണ്ട്. മലയാളികള് ഒരു 3-4 പേര് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ ഇപ്പൊ കാണാറുണ്ടോ? കാണാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. ശരി, ഓക്കെ. ബോംബെ കഴിഞ്ഞു, ബോംബെന്ന് വന്നു, പിന്നെ നാട്ടില് എറണാകുളത്തേക്ക് വന്നപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞു. പിന്നെ എറണാകുളത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മള് എറണാകുളത്ത് നിന്ന് ഞാൻ മണിയുടെ പിറവ് അടുത്ത് മണിയുടെ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിൽ മാനേജറായിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചല് പുനലൂർ അടുത്തുള്ള ഒരു ബ്രാഞ്ചിൽ 2-3 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ മരിച്ചു 89-ല്. 89-ല് ഫാദർ മരിച്ചുകൊണ്ട് ഞാൻ ഒരു ടൈം ഇവിടെ കിഴക്കമ്പലത്ത് ഉണ്ടായിരുന്നു. ഒരു 3 വർഷം ഉണ്ടായിരുന്നു, 89 to 92. അത് നല്ലൊരു സമയമായിരുന്നു, 82 ആ കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് ആലുവയിൽ വർക്ക് ചെയ്തിരുന്നു. ആലുവയിൽ ബാങ്ക് ജംഗ്ഷനിൽ. പിന്നെ വീണ്ടും എറണാകുളത്ത് ഒന്ന് വർക്ക് ചെയ്തു. പിന്നെ ചേരാനെല്ലൂർ വർക്ക് ചെയ്തു. പിന്നെ ഇവിടെ അടുത്തുള്ള കരിമുകളിൽ ഫെഡറൽ ബാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു 5-6 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. കൊച്ചിയാണോ? കൊച്ചിയിൽ, എറണാകുളത്ത്. ബാങ്കിന്റെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ, ഫെഡറൽ ടവേഴ്സ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ബാങ്കുകളുടെ എല്ലാത്തിന്റെ ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള ഇതാണ്, ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ. അവിടെ നിന്നാണ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തി 55-ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്തു. അതിന്റെ ഒരു കാരണം എന്ത്? അതിന്റെ കാരണം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ 6 വർഷം, സാധാരണഗതിയിൽ ഒരു 3 വർഷത്തിൽ കൂടുതലൊന്നും അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാറില്ല. ഈ 6 വർഷം ആയതോടുകൂടി എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എന്നുള്ള ഹിന്റ് കിട്ടിയായിരുന്നു. അത് തന്നെയല്ല, എൻ്റെ മകൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുക. 10ാം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞു. അപ്പോൾ ഒരു
ദൂരദേശത്തേക്ക് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ അവന്റെ പഠിത്തത്തെ ബാധിക്കും, അവന്റെ ഭാവിയെ ബാധിക്കും എന്നുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് നമ്മള് വോളണ്ടറി അങ്ങ് എടുക്കുകയത്. അതിനുശേഷം വോളണ്ടറി പോകുന്നതിന് ശേഷം വേറെ എൻഗേജഡ് ആയില്ല, വേറെ കാര്യമായിട്ട് എൻഗേജ്മെന്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മൾ സ്വസ്ഥമായിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ കഴിഞ്ഞുകൂടുക. നമ്മുടെ ഈ ഒരു ഫെഡറൽ ബാങ്ക് ജീവിത കാലഘട്ടത്തില് നമുക്കുള്ള അനുഭവങ്ങൾ നല്ലതും ഉണ്ടാകാം, നമ്മളെ സങ്കടപ്പെടുത്തുന്നതും ഉണ്ടാകാം, മറ്റുള്ളവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാവോ? ഫെഡറൽ ബാങ്കിൽ ആയിരിക്കുമ്പോൾ പൊതുജനങ്ങളുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മിക്കവാറും ആളുകൾക്ക് എപ്പോഴും ഉപദ്രവം ഉണ്ടാവാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കുറെ അധികം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിട്ടുള്ളത് ഈ മണീഡ് ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾ വളരെ നല്ല ആൾക്കാരായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു. ഒത്തിരി ആളുകളെ വളരെ മോശം ഫിനാൻഷ്യൽ കണ്ടീഷനിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിരുന്നു. അപ്പൊ അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ടൈം എനിക്കിവിടെ കിഴക്കമ്പലത്ത് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. കിഴക്കമ്പലത്തുള്ള ആ സമയത്ത് ഈ IRDP അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കാനായിട്ടുള്ള സ്കീമുകൾ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് അതേമാതിരി ഉണ്ട്. അത് കുറെ അധികം ആൾക്കാര് അവരെ ഒന്ന് ബോധവൽക്കരിച്ചിട്ട്, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും അവരോട് പറയുന്നു ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ലോണാണ്, തിരിച്ചടയ്ക്കേണ്ട. രാഷ്ട്രീയക്കാര് പറയും അവരുടെ ഇൻഫ്ലുവൻസിൽ കിട്ടുന്ന ലോണാണ്, അപ്പൊ അത് നിങ്ങൾക്ക് തിരിച്ചടക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ധാരണയിലായിരിക്കും ആളുകൾ ലോൺ എടുക്കാൻ. അപ്പൊ ഒരു 10 മിനിറ്റെങ്കിലും ഒരാൾക്ക് ഞാൻ ഒരു ബോധവൽക്കരണം നടത്തിയ ശേഷമാണ് ലോൺ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജപ്തി നടപടികളിലോ അല്ലെങ്കിൽ അതൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല ലൈഫിൽ. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ? നമ്മുടെ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ ഒരു പഴയ കാലഘട്ടം ഈ ഒരു വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് മെക്കനൈസേഷൻ എന്ന് പറഞ്ഞ് സംഗതിയില്ല. നമ്മൾ സ്വന്തം എഴുതി കൂട്ടുക അതേമാതിരിയുള്ള സംഗതികളാണ്. പിന്നെ കസ്റ്റമേഴ്സും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അത് മാറി ഇപ്പോ വിരൽത്തുമ്പിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡേറ്റയും കിട്ടുന്ന സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അത് വല്ലാത്തൊരു വ്യത്യാസമാണ്, വളരെ ഭയങ്കര വ്യത്യാസം. നമ്മള് ഏതൊക്കെ ബ്രാഞ്ചുകളിൽ ഇരുന്നിട്ടുണ്ടെന്ന് പറയുമോ? ആലുവയിലാണ് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ കിട്ടുന്നതനുസരിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് പല ബ്രാഞ്ചിലും പിറവത്ത് ഇരുന്നിട്ടുണ്ട്, പുനലൂർ ഇരുന്നിട്ടുണ്ട്, പിന്നെ മൂവാറ്റുപുഴ. അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നോ? ചിലപ്പോ തെക്കോട്ട് കിട്ടാൻ വിഷമമില്ല, പുനലൂരൊക്കെ കിട്ടാൻ വിഷമമില്ല. ഇങ്ങോട്ട് കിട്ടാൻ കുറച്ച് നേരം ഞങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഹസ്ബൻഡിന്റെ ട്രാൻസ്ഫർ എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ട് കിട്ടാനായിട്ട് ലൈഫിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ റിട്ടയർഡ് ആയത് ഏത് കിഴക്കമ്പലത്ത് നിന്ന് തന്നെയായിരുന്നു, സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ റിട്ടയർഡ് ആയി ചെയ്തു. ഇതുപോലെ തന്നെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ അതേ ചോദ്യം തന്നെയാണ് ചോദിക്കാറുള്ളത്. ഈ ഒരു ലൈഫില് എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ? മാനേജറായിട്ട് തന്നെയാണ് റിട്ടയർഡ് ആയത്? ഞാൻ ക്ലർക്ക് സ്റ്റാഫായി കഴിഞ്ഞിട്ട് ഒരു 2008 പ്രൊമോഷൻ ആയത്. ഏത് ലെവലിലേക്ക് പ്രൊമോഷൻ? ഓഫീസറിലേക്ക്. അത് കഴിഞ്ഞ് ഇപ്പോ റിട്ടയർഡ് ആയതിനു ശേഷമുള്ള ലൈഫ് അങ്ങനെ പോകുന്നു, വേറെ എൻഗേജ്മെന്റ് ഒന്നുമില്ല. ഇവിടെ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പേരക്കുട്ടികളൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു പഴയ ഒരു സിസ്റ്റവും ഈ ഒരു പുതിയ ഇപ്പോഴുള്ള ഒരു സിസ്റ്റം മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയപ്പെടുന്നുണ്ടോ? അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ കയറി വന്നപ്പോ മെഷീനറി കാര്യങ്ങളൊക്കെ കയറി വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഈസി ആയി അല്ലേ? ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. രസകരമായിട്ടുള്ള യാത്രകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? യാത്രകൾ മെയിനായിട്ട് ബാങ്കിൽ LFC എന്ന് പറഞ്ഞിട്ടൊരു സ്കീമാണ്.
അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നതുകൊണ്ട് മിക്കവാറും അത് 4 വർഷത്തിലൊരിക്കലാണ് അവൈൽ ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നതുകൊണ്ട് മിക്കവാറും 2 വർഷത്തിൽ ഒരു പ്രാവശ്യം എൻ്റെ അവൈൽ ചെയ്ത, ഒരു പ്രാവശ്യം അനിലയുടെ അവൈൽ ചെയ്യുക. അത് മിക്കവാറും അത് വേണമെങ്കിൽ നമുക്ക് പോകുന്നില്ലെങ്കിൽ എൻക്യാഷ് ചെയ്യാവുന്ന ഇതാണ്. എങ്കിലും നമ്മളത് ക്യാഷ് ചെയ്യാതെ യൂസ് ചെയ്യാണ്. അങ്ങനെ യാത്രകൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഫാമിലി ആയിട്ട് പോകും. ഞങ്ങള് പിള്ളേരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് കുളു മണാലി പോയിട്ടുണ്ട്, ഡാർജിലിംഗ് പോയിട്ടുണ്ട്, കൽക്കട്ട, ഡൽഹി, അങ്ങനെ താജ്മഹൽ, അതേമാതിരിയുള്ള ഇങ്ങനെ സ്ഥലങ്ങൾ മിക്കവാറും. ഏറ്റവും അവസാനം പോയത് എവിടെയാന്ന് ഓർക്കുന്നുണ്ടോ? ഏറ്റവും അവസാനം പോയത് കുളു മണാലിയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, ബാംഗ്ലൂർ കുളു മണാലി. അത് മക്കൾക്ക് എത്ര പ്രായമുള്ളപ്പോഴാ? മക്കൾക്ക് അന്നൊരുവിധം പ്രായമുണ്ട്. 2 പേർക്ക് ജോലിയായിരുന്നു. മറ്റേയാള് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം. ആ ഒരു പ്രായത്തിലൊക്കെയാണ് നമ്മൾ പോയത്, ലാസ്റ്റ് പോയത് അവിടെയാണ്. അതിനുശേഷം റിട്ടയർമെന്റ് ഒക്കെ ആയതിനു ശേഷം അങ്ങനെ ഒരു യാത്ര എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച്? എവിടെയെങ്കിലും ഒരു ഗെറ്റ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലും? ഗെറ്റ് ടുഗദറുകൾ ഉണ്ടാവും മിക്കവാറും, ഫാമിലി ഗെറ്റ് ടുഗദർ. അനിലയുടെ സൈഡിലോ അല്ലെങ്കിൽ എൻ്റെ സൈഡിലോ ഒക്കെ ഉള്ള ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ്. എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ അധികം കേരളം വിട്ടു പോകാറില്ല. ഇല്ല. ഇത്ര വർഷത്തെ ജീവിതാനുഭവങ്ങളുണ്ട് രണ്ടുപേർക്കും. അതുപോലെ തന്നെ രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉണർവ് 2025 പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇന്നത്തെ തലമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തലമുറ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് ഇപ്പോൾ ഈ പള്ളികളിൽ നിന്ന്, നമ്മുടെ പള്ളികളിൽ നിന്ന്, അതുപോലെ തന്നെ വേറെ സോഷ്യൽ ഓർഗനൈസേഷൻസിന് ഒക്കെ ഉള്ള പങ്ക് വളരെ വലുതാണ്. നമ്മുടെ പള്ളി അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ കുടുംബ സംഗമവും കുടുംബ മീറ്റിങ്ങുകളും എല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കൂടുതലും കുഞ്ഞു കുട്ടികളെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല വഴിയിൽ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബാങ്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. കാരണം ഇന്ന് കിട്ടുന്നത് ഇന്ന് തന്നെ തീർത്ത് നാളെ നമുക്ക് കിട്ടാനായിട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ പോകുന്നൊരു സിറ്റുവേഷൻ വരാതെ നാളത്തേക്ക് സമ്പാദിക്കാനായിട്ടുള്ള സ്കീമുകൾ ഒത്തിരി ബാങ്കുകൾക്കുണ്ട്. അത് അവൈൽ ചെയ്യുകയും അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് തരാമോ? പാട്ട് ഒട്ടും വശമില്ലാത്ത ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. എന്നാലും അച്ഛൻ പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പാടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പള്ളിപ്പാട്ട് ഒരു 4 വരി പാടാം. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയ രകിലാധാരമത വെളിവുന്നി കാന്ത്യ ഞങ്ങളെ നീ കാതൻ കതിരേൽ ശോഭിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിൽ പുതിയ വ്യക്തികളുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു.